Hi friends, നമുക്ക് ഇന്ന് എങ്ങനെ വൈഫൈ റൂട്ടറിലെ 5GHz വൈഫൈ അതായത് ഡ്യുവൽ ബാൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള 5GHz വൈഫൈയുടെ റേഞ്ച് എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ ഡ്യുവൽ ബാൻഡ് മോഡം പ്രിഫർ ചെയ്യുന്ന ഒരു കാലമാണ്. കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു സ്പീഡ്, ബ്രോഡ്ബാൻഡ് സ്പീഡ് പണ്ടത്തെ പോലെ 10 Mbps 20 Mbps അല്ല, ഇപ്പോൾ 100-150 Mbps സ്പീഡൊക്കെയാണ് നമ്മുടെ ബ്രോഡ്ബാൻഡിൽ ഇപ്പോൾ എടുക്കുന്നത്. സോ നമുക്ക് ആ ഒരു സ്പീഡ് നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഡ്യുവൽ ബാൻഡ് റൗട്ടർ നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം 5GHz ഒരു ഡ്യുവൽ ബാൻഡ് റൗട്ടർ നമുക്ക് ആവശ്യമായിട്ട് വരും. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്പീഡ് നമുക്ക് നമ്മുടെ മൊബൈലിലായാലും ലാപ്ടോപ്പിലായാലും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസിൽ കിട്ടണമെങ്കിൽ ഈ ഡ്യുവൽ ബാൻഡ് റൂട്ടർ തന്നെ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്തെന്നാൽ ആ ഒരു 5GHz വൈഫൈ, അതായത് ഡ്യുവൽ ബാൻഡ് റൂട്ടർ നമുക്കറിയാം, അതിനകത്ത് 2 വൈഫൈകൾ കാണിക്കും. ഒന്ന് 2.4 GHz, 2 5GHz. ഇങ്ങനെ 2 വൈഫൈ നെയിമുകൾ നമ്മുടെ കാണിക്കും. അതിൽ തന്നെ നമുക്ക് ക്ലോൺ ചെയ്ത് ഒന്നായിട്ട് തന്നെ ഇടാം. എന്നാലും ഈ 2 ഫ്രീക്വൻസിയിലാണ് ഡ്യുവൽ ബാൻഡ് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു 5GHz വൈഫൈ നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്പീഡ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 5GHz വൈഫൈ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ 5GHz വൈഫൈക്ക് കമ്പാരിറ്റീവ്ലി ലെങ്ത് കുറവായിരിക്കും, അതായത് റേഞ്ച് കിട്ടുന്ന ആ ഒരു ഏരിയ കുറവായിരിക്കും. 2.4 കൂടുതൽ റേഞ്ച് കിട്ടുന്നത് 2.4 5GHz കമ്പാരിറ്റീവ്ലി റേഞ്ച് കുറവായിരിക്കും. സോ ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അവരെ തരണം ചെയ്യുക, അതായത് 5GHz വൈഫൈയുടെ ആ ഒരു റേഞ്ച് കപ്പാസിറ്റി എങ്ങനെ കൂട്ടാമെന്ന് നമുക്ക് നോക്കാം. ആയിട്ട് നമുക്ക് ഈ ഒരു മോഡം, ഇപ്പോൾ ഈ കാണുന്ന ഒരു മോഡം, ആ മോഡലിൽ നിന്നും നമുക്ക് 2, അതായത് ഡ്യുവൽ ബാൻഡ് മോഡമാണ് കാണുന്നത്. ഡ്യുവൽ ബാൻഡ് മോഡത്തിൽ നിന്ന് 2 ഫ്രീക്വൻസിയിൽ 2.4 GHz 5GHz 2 വൈഫൈ വരുന്നു. ആ 2 വൈഫൈയുടെയും ആ ഒരു ഡിസ്റ്റൻസാണ് കാണിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് നോർമലി ആ ഒരു 5GHz വൈഫൈയുടെ ഡിസ്റ്റൻസ് വരുമ്പോൾ 2.4 വളരെ കുറവായിരിക്കും. ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ഇത്ര മീറ്റേഴ്സ്, മേ ബി ഒരു 5 to 10 meters മേ ബി അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു അതായത് ഡിപ്പെൻസ് ഓൺ ഒബ്സ്ട്രക്ഷൻസ്, അതായത് നമ്മുടെ ഓരോ വാൾസിൻ്റെയും ഓരോ തടസ്സങ്ങളുടെയും ഓപ്ഷൻസ് അനുസരിച്ചാണ് ആ ഒരു വൈഫൈയുടെ കവറേജ് വരുന്നത്. അതിൽ 5GHz വളരെ കുറവായിരിക്കും. സോ 2.4 ഈ കാണുന്ന പോലെ വൈഫൈ കൂടുതൽ, അതായത് വൈഫൈ റേഞ്ച് കൂടുതൽ, എന്നാൽ സ്പീഡ് കൂടുതൽ 5GHz സോ നമുക്ക് ഈ 5GHz ഈ കാണുന്ന പോലെ 5GHz സ്പീഡ് വർദ്ധിപ്പിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 2.4 ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത് നമുക്കറിയാം വലുതായിരിക്കും, അതായത് സിഗ്നൽ സ്ട്രെങ്ത് കൂടുതലായിട്ട് കിട്ടും. സോ ആ എൻഡിൽ, അതായത് ആ 2.4 സിഗ്നൽ വരുന്നതിന് തൊട്ട്, അതായത് ആ ഒരു പോയിന്റിലായിട്ട് നമ്മൾ വേറൊരു ഡ്യുവൽ ബാൻഡ് റൗട്ടർ കൂടി നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് വയർ വലിച്ച് ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന റൗട്ടറിലോട്ട് കണക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ വയർലെസ് ഓപ്ഷൻ ഒട്ടുമിക്ക എല്ലാ റൗട്ടറിലും പുതുതായിട്ട് വരുന്നതിലൊക്കെ ഉണ്ട്. ഈവൻ ഡ്യുവൽ ബാൻഡ് റൗട്ടറിലും പുതുതായിട്ട് വരുന്നതിൽ വയർലെസ് എക്സ്റ്റൻഷൻ ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് ആ ഒരു 2.4 അതായത് 5GHz നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ 5GHz തന്നെ വേണമെന്നില്ല. 2.4 വൈഫൈ വെച്ചിട്ട്, അതായത് 2.4 വൈഫൈ എത്തുന്ന ആ ഒരു പോയിന്റ്, അതായത് അതിൻ്റെ ഒരു എൻഡ് പോയിന്റിന് തൊട്ട് മുമ്പ് മേ ബി ഒരു 2 കട്ടയൊക്കെ ആ ഒരു സിഗ്നൽ കാണിക്കുന്ന, വൈഫൈ സിഗ്നൽ കാണിക്കുന്ന ആ ഒരു എൻഡിൽ വെച്ചിട്ട് നമ്മളൊരു റൂട്ടർ വെച്ച് കൊടുക്കുക, അതായത് ഒരു ഡ്യുവൽ ബാൻഡ് റൂട്ടർ വെക്കുക. ആ ഡ്യുവൽ ബാൻഡ് റൂട്ടർ വെച്ചിട്ട് അതിനെ വയർലെസ് ആയിട്ട് കോൺഫിഗർ ചെയ്യാം. ഇപ്പോഴത്തെ റൂട്ടറിലൊക്കെ നമുക്ക് വയർലെസ് ആയിട്ട് കോൺഫിഗർ ചെയ്യാം. ഈ വയർലെസ് ആയിട്ട് കോൺഫിഗർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 5GHz തന്നെ വേണമെന്നില്ല. 2.4 ആ ഒരു വൈഫൈയിൽ നമുക്ക് ഈ ഒരു ഡ്യുവൽ ബാൻഡ് മോഡം വയർലെസ് ആയിട്ട് കോൺഫിഗർ ചെയ്യാം. ഇങ്ങനെ വയർലെസ് ആയിട്ട് കോൺഫിഗർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അവിടെ നിന്ന് 5GHz വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അതിനകത്തും ഈ പറഞ്ഞ 2 വൈഫൈ കാണിക്കും, 2.4 5GHz കാണിക്കും. 5GHz ആ സ്പീഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കരുതും എന്താണ് 2.4 സ്പീഡ് കുറവാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ 5GHz വരുമ്പോൾ ഈ സ്പീഡ് കൂടുന്നത്? ആക്ച്വലി 2.4 നമുക്ക് കണ്ടിട്ടുണ്ടാവും, നമ്മൾ സിംഗിൾ ബാൻഡ് റൗട്ടറൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ പുറത്തായിട്ട് 300 Mbps ത്രൂപുട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. 300 Mbps വരെ കിട്ടുമെന്നൊക്കെ. ആക്ച്വലി സ്പീഡ് അത്രയുണ്ട്, ത്രൂപുട്ട് അത്രയും അതിനകത്ത് ഉണ്ടാവും. എന്നാൽ നമുക്ക് ആ സ്പീഡ് നമുക്ക് പ്ലാൻ എടുക്കുമ്പോൾ ആ ഒരു സ്പീഡ് കിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡിവൈസിൻ്റെ കപ്പാസിറ്റിയും ആ ഒരു ലിങ്ക് സ്പീഡിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു സിംഗിൾ ബാൻഡിലൂടെ നമുക്ക് ആ ഒരു സ്പീഡ് ലഭ്യമല്ല. എന്നാൽ ഇതുപോലെ ത്രൂപുട്ടായിട്ട്, അതായത് നമ്മളൊരു വൈഫൈ ഡ്യുവൽ ബാൻഡ് മോഡം വെച്ച് റൂട്ടർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2.4 തന്നെ ആ ഒരു വൈഫൈയിൽ കോൺഫിഗർ ചെയ്ത് അവിടെ നിന്ന് ഔട്ട് വരുമ്പോൾ നമുക്ക് ഈ 5GHz ഈ കാണുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട്
കവർ ആവും. അതായത് വീണ്ടും ഈ 5GHz ആ ഒരു റേഞ്ച് വീണ്ടും കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വയർലെസ്സിലൂടെ തന്നെ 5GHz വൈഫൈ റേഞ്ച് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് വീടുകളിലായാലും ഇല്ല ഹോസ്റ്റലുകളിലായാലും വേറെ പല സ്ഥലത്തായാലും നമുക്കിങ്ങനെ റൂട്ടർ വെച്ചിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ 5GHz വയർലെസ് ആയിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കുക. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാം, യൂട്യൂബിലുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.